മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് UAE ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതുവഴി കോടിക്കണക്കിന് അഴിമതി പണം കൈപ്പറ്റിയെന്നുമുള്ള ഷോൺ ജോർജിന്റെ വെളിപ്പെടുത്തലിന്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദുബായിൽ രജിസ്റ്റർ ചെയ്ത എക്സാലോജിക് എന്ന കമ്പനി ഇത് സംബന്ധിച്ച വിശദീകരണം പുറത്തുവിട്ടതോടെ യാഥാർത്ഥ്യം വെളിപ്പെട്ടിരിക്കുകയാണ്. ദുബായ് കമ്പനിക്ക് 5 കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഉള്ളത്. 3 UAEയിലും 1 ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരിലുമാണ്. ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും അവർ വ്യക്തമാക്കി. ബാംഗ്ലൂരിലെ ഇവരുടെ കമ്പനിയിലെ പേര് എക്സാലോജിക് സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നും. മുൻമന്ത്രി തോമസ് ഐസക് ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. തോമസ് ഐസകിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ബാംഗ്ലൂരിലെ എക്സാലോജിക് കമ്പനി CMRL കമ്പനിയുമായി സർവീസ് കരാറിൽ ഏർപ്പെട്ട് നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിന് മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചു വരികയാണ്. മാത്യു കുഴൽനാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലായിരുന്നു. ഇങ്ങനെയിരിക്കുമ്പോഴാണ് BJPയുടെ ഷോൺ ജോർജ് പുതിയൊരു ആക്ഷേപവുമായിട്ട് വരുന്നത്. എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമുണ്ടത്രേ. അതിലേക്ക് കേരള സർക്കാരുമായി ബന്ധമുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ SNC ലാവ്ലിനും 2016-19 കാലത്ത് പലതവണ പണം നിക്ഷേപിച്ചിട്ടുണ്ടത്രേ. ഈ കമ്പനി CMRL എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നത്രേ. ഷോൺ EDക്കും തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ വാർത്തയും നൽകിയിട്ടുണ്ട്. മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം. ഒരാൾക്ക് പോലും ഗൂഗിൾ ചെയ്ത് ദുബായിലെ എക്സാലോജിക് കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നെങ്കിൽ അവർ ഒന്ന് കാണുമായിരുന്നു. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ്. ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ്. ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചിരുന്നെങ്കിൽ അവർ ഇപ്പോൾ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന വിശദീകരണം മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ദുബായ് കമ്പനിക്ക് 5 കോർപ്പറേറ്റ് ഓഫീസുകളാണുള്ളത്. 3 UAEയിലും 1 ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരുമാണ്. ബാംഗ്ലൂരിലെ കമ്പനിയുടെ പേര് എക്സാലോജിക് സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എന്നു മാത്രമല്ല, ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ഈ കള്ളക്കഥ ആരു മെനഞ്ഞതാണ്? മറ്റു പത്രങ്ങളിലെല്ലാം ഇന്നാണ് വാർത്ത. പക്ഷേ ഷോണിന്റെ പത്രസമ്മേളനത്തിന് മുൻപ് ഇന്നലെ തന്നെ മനോരമ ഒരു എക്സ്ക്ലൂസീവ് പോലെ ഇത് സംബന്ധിച്ച് 1-ാം പേജിൽ തലക്കെട്ടായി കൊടുത്തിട്ടുണ്ട്. ആരിൽ നിന്ന് പഠിച്ച കഥയാണാവോ ഇത്? റിപ്പോർട്ടിൽ ഒരു ബോക്സിൽ എന്നെക്കുറിച്ചും പരാമർശമുണ്ട്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED അന്വേഷണം നടത്തവേ ഇത് സംബന്ധിച്ച് 1 വർഷം മുൻപ് വിവരം ലഭിച്ചിരുന്നു അത്രേ. ഇനിയാണ് ഹൈലൈറ്റ്. മസാല ബോണ്ട് കേസ് അന്വേഷണത്തിനെതിരെ മുൻമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദം ഉയർത്തിയിരുന്നു. എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമായിരുന്നില്ല. 6% പലിശയ്ക്ക് വായ്പ കിട്ടുമായിരുന്നത് വേണ്ടെന്ന് വെച്ചിട്ടാണ് 9.7% കനേഡിയൻ പെൻഷൻ ഫണ്ടിന് ബോണ്ട് വിറ്റതത്രേ. ഈ പലിശ വ്യത്യാസത്തിന്റെ ലാഭവും ദുബായ് കമ്പനിയിലേക്ക് ഒഴുകിയിട്ടുണ്ടത്രേ. കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവ്ലിന്റെ ഉപകമ്പനിയാണെന്നും നിരീക്ഷണമുണ്ട്. പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിലെന്ന പോലെ ലാവ്ലിന്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം. അതെങ്ങനെ പെൻഷൻ ഫണ്ടിലെ ലാവ്ലിന്റെ ഉപകമ്പനിയാകും? മസാല ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രാഥമിക വിവരമുള്ള ഒരുത്തൻ ഇങ്ങനെ പറയുമോ എന്നും തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരിഹസിച്ചു. റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം മസാല ബോണ്ട് ഇറക്കുന്നതിന് അംഗീകൃത ബാങ്കുകളായ ഏജൻസികളെ ചുമതലപ്പെടുത്തണം. അവർ ടെൻഡർ വിളിച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക് കോട്ട് ചെയ്യുന്നവരുടെ വിവരം കിഫ്ബിയെ അറിയിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് വിൽക്കുന്നത്. ഇതൊക്കെ സംബന്ധിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത്. ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് ഷോൺ ജോർജിന്റെ വെല്ലുവിളി. ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ ഒരു അഭ്യർത്ഥനയേ ഇദ്ദേഹത്തെ പോലുള്ള ശല്യക്കാരനായ വ്യവഹാരി നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത്. കുഴൽനാടൻ കേസിലെന്ന പോലെ ഒരു തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക്കിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണത്തിന് വ്യക്തമായി മറുപടി പറഞ്ഞുകൊണ്ടാണ് CPM നേതാവ് തോമസ് ഐസക് എത്തിയിരിക്കുന്നത്. ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ച കമ്പനി അല്ല വീണ വിജയന്റെ കമ്പനി എന്നാണ് തോമസ് ഐസക് ഇപ്പോൾ വാദമുന്നയിച്ചിരിക്കുന്നത്. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് ആണെന്നും ദുബായ് കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് ആണെന്നും തോമസ് ഐസക്കിന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കി.
കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിന്റെ ഉപകമ്പനിയാണെന്നുള്ള ആക്ഷേപം തോമസ് ഐസക് തള്ളിക്കളഞ്ഞു. എന്നാൽ ആരോപണം ഉന്നയിച്ചത് വീണ വിജയന്റെ കമ്പനിയുടെ ദുബായിലെ അക്കൗണ്ടിനെ കുറിച്ച് തന്നെയാണെന്നും മാനനഷ്ട കേസ് നൽകാൻ എന്തുകൊണ്ടാണ് വീണ തയ്യാറാകാത്തതെന്നും തന്റെ പേരിൽ അക്കൗണ്ട് ഇല്ലെന്ന് വീണ പറയാത്തത് എന്താണെന്നും ഷോൺ ജോർജ് ചോദിക്കുന്നു. അതിനിടെ CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ SFIO അന്വേഷണം വേണമെന്ന ഹർജി തീർപ്പാക്കി. ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത്. SFIO അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഷോൺ ജോർജിന്റെ ഉപഹർജിയിലെ നടപടികളും ഹൈക്കോടതി അവസാനിപ്പിച്ചു. SFIO അന്വേഷണത്തിനെതിരായ KSIDCയുടെ ഹർജിയിൽ കോടതി ജൂലൈ 15 വിശദമായ വാദം കേൾക്കും. ഹർജിയിൽ അധിക സത്യവാങ്മൂലം നൽകാനുണ്ടെന്ന് SFIO അറിയിച്ചു. ഈ ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകി. അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ അപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കും. മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ജൂലൈ 29 മാറ്റി.